എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു മുണ്ടോ അല്ലെങ്കിൽ പച്ച പോച്ചുകൊണ്ട് മസാർ കൂടിയ പിന്നെ കീശിലും ഇവൻ കഞ്ചാവും വെച്ച് നടക്കണവനാണ്. അങ്ങനെ ഉണ്ടല്ലോ, പല മസാറുകളിലും പോയി നോക്കിയാൽ പലരെയും കാണും. ഞാനൊരിക്കല് പുളിക ഉറൂസിന് പോയി. പുളിക ഉറൂസിന് പോയപ്പോൾ ഉറൂസ് കഴിഞ്ഞപ്പോൾ എനിക്ക് യാത്ര ചെയ്യാൻ രാത്രി ആകുമ്പോൾ ഉറക്കൊഴിക്കേണ്ട വലിയ വശം. ഞാൻ ഇവിടെ ഉറങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ അവരൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായി തന്നെ അവർ സുഖം ചെയ്തു. അങ്ങനെ കുറച്ച് ഈ ഉറൂസിന്റെ അടുത്താണ് ദിക്കൊക്കെ നടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഈ മക്ബറയിൽ നടക്കണ കുറെ ഔലിയാക്കന്മാരുണ്ടല്ലോ, പച്ചയും ചോപ്പൊക്കെ ഇട്ട് തലയിൽ വലിയ കട്ടൊക്കെ കെട്ടി അവര് രണ്ടാളുകൾ ഇങ്ങനെ വരിക. രണ്ടാളൊപ്പം ഒരു പെണ്ണുണ്ട്. അങ്ങനെ വന്നിട്ട് ഇവർ ഇതാക്കി തരും. ഒരു അപ്പാക്ക് പെടുന്നു, ഒരു തപ്പാക്ക് നടുക്ക് പെണ്ണും കൊടുക്കും. അപ്പൊ ഞാൻ അങ്ങനെ കുറെ ആലോചിച്ചു, ഇവരെങ്ങനെ ഇപ്പൊ ഈ ഔലിയാക്കന്മാരൊപ്പം ഈ ഒരു പെണ്ണിനെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇവരോട് നിങ്ങളൊന്ന് പോയി പറയാം അവരോട്, അങ്ങനെ ഒരു പെണ്ണും രണ്ടാളോടി എടുക്കാൻ പാടില്ല, ഇവരിത് എവിടുത്തേരാ എങ്ങനെയാണ് ഇവരെ മുന്നിലുള്ള ബന്ധം എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇവര് പറഞ്ഞത് എന്താണെന്നറിയോ, ഒന്നും ഉണ്ടാൻ പറ്റൂല തങ്ങളെ, അവര് വലിയൊരു ലോബിയാണെന്ന് പറയും, ഒന്നും ഉണ്ടാൻ പറ്റൂല ഇവരെന്ത്. അപ്പൊ ഞാൻ എങ്ങനെയുണ്ട്, ഒന്നും മിണ്ടാൻ പറ്റൂല തങ്ങളെ, അവര് വലിയൊരു ലോബിയാണ്. ഇതാരുണ്ടാക്കി തീർത്തതാണ്? മഖ്ബറയിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അത് ദീനിനെതിരാണ്, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആദർശത്തിനെതിരാണ്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖബ്ർ, ഖബറുകളെ ഇതുപോലെ മറ്റു ഖബറുകളിൽ നിന്ന് വ്യത്യസ്തമാക്കി കെട്ടിപ്പൊക്കുന്നത്, അത് ജാറമുണ്ടാക്കുന്നത്, അത് കുമ്മായമിടുന്നത് അള്ളാഹുവിന്റെ റസൂൽ വിരോധിച്ചു. അതിന്റെ മേലെ ഇരിക്കുന്നതും അത് കെട്ടിപ്പൊക്കുന്നതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ വിരോധിച്ചു. അത് ചെയ്യല്ല ഉമ്മത്തെ, അത് റബ്ബിന്റെ ശാപത്തിന് പാത്രീഭൂതരായ ഒരു വിഭാഗത്തിന്റെ പണിയാണ്, അത് ചെയ്യല്ലേ എന്ന് പറഞ്ഞപ്പോ അവരെ ബഹുമാനിക്കലാണ്, ആദരിക്കലാണെന്ന് പറഞ്ഞു ഇവിടെ കൊണ്ടുവന്നത് ആരാ? ഇപ്പൊ നിങ്ങൾ പിടിച്ചോടുത്ത് കിട്ടുന്നില്ല. അവിടെ നടക്കുന്നത് പലതും മസാറുകളിന്റെയും തസവുഫിന്റെയും പേരിൽ നടക്കുന്നത്, അവിടെ നടക്കുന്നത് വലിയ ലോബിയും കഞ്ചാവും വ്യഭിചാരവും തമ്മാടിത്തരങ്ങളുമാണ്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ള ഒരു ജീവൻ പൊലിഞ്ഞിട്ട് പുതിയങ്ങാടി നേർച്ചയില് അല്ലേ? ഇതിനാരാണ് ഉത്തരവാദി? ഇസ്ലാമാരെ നിങ്ങൾക്ക് കൈയെഴുകാൻ പറ്റുമോ? എന്റെ ഒരു പ്രിയ സുഹൃത്ത്, അദ്ദേഹം ഒരു സുഹിരിയാണ്, അദ്ദേഹം ചോദിച്ചതൊന്നും ഇതിനൊന്നും മുസ്ലിംമാർ ഉത്തരവാദിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്റെ പുന്നു സഹോദരനോട് പറയാനുള്ളത്, കൈ കഴുകാൻ പറ്റില്ല. അവിടെ വരുന്ന ആനകളെങ്കിലും നിങ്ങളൊന്ന് മാറ്റണം. ആ സംസ്കാരം മുസ്ലിമിന്റേതല്ല എന്ന് പറഞ്ഞപ്പോ ആനക്കെന്താ കുഴപ്പമെന്നാ ചോദിച്ചത്. ആനക്കെന്താ കുഴപ്പമെന്നാണ് നിങ്ങൾ ഉസ്താദുമാര് ചോദിച്ചത്. അവിടെ നടക്കുന്ന വെടിമരുന്ന് അതൊന്ന് നിർത്തലാക്കണം, ഇതൊന്നും മുസ്ലിമിന്റെ സംസ്കാരമല്ല. അവിടെ കണ്ടമാന ആളുകൾ കൂടുമ്പോ കണ്ടമാന അണുക്കൾ ഉണ്ടാവും, ആ അണുക്കൾ ചാവണമെങ്കിൽ വെടിമരുന്ന് വേണമെന്നാണ് നിങ്ങൾ ഫത്വ കൊടുത്തത്. അവിടെ അനാവശ്യമായ മ്യൂസിക്കും പിപ്പിയും ഡുണ്ടുണ്ടും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അത് ഒന്നും കുഴപ്പമില്ല, നടു കുടുങ്ങിയാലേ കുഴപ്പമുള്ളൂ, നടു കുടുങ്ങാത്തത് എന്താണെങ്കിലും മുട്ടിക്കൊള്ളാനാ പറഞ്ഞത് അല്ലേ? നിങ്ങളെ പണ്ഡിതന്മാര് പോലും പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. ഷാഫി മദ്ഹബിൽ അറിയപ്പെട്ട പണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാ. അദ്ദേഹം എന്താ പറഞ്ഞത്? അങ്ങനെ ഖബർ കെട്ടിപ്പൊക്കിയിട്ട് ഇതുപോലെ അനാചാരങ്ങൾ ഉണ്ടാക്കുന്നവർ, അങ്ങനെയുള്ള ഖബറുകൾ അതിനെ പൊളിച്ചു നീക്കൽ നിർബന്ധമാണ്. ആ ഖബറുകളുടെ മേലെ കെട്ടിപ്പൊക്കിയ കുബ്ബകളെയും അടിച്ച് നിരപ്പാക്കി പൊളിച്ചു മാറ്റണം. ഇത് പറഞ്ഞത് ഇസ്ലാഹി പ്രസ്ഥാനമല്ല, ഇത് പറഞ്ഞത് കേരള നദ്വത്തുൽ മുജാഹിദിന്റെ നേതാക്കന്മാരല്ല. ഷാഫിഈ മദ്ഹബിലെ ഇന്നത്തെ അവസാന വാക്ക് എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഇബ്നു ഹജർ അൽ ഹൈതമിയാണ്.